Now we will see insertion sort in data structures. An insertion sort is similar to the idea of sorting playing cards. Suppose we have a deck of cards on the table, and if we want to arrange these cards, so what we will do, we will take one by one and we will arrange on our hand. Okay, so first I take one card and I held it in my right hand, and the next time I will take another card and I will compare it with the one that I already taken. Then if it is less than that, I will insert on the left of that card, and the value of the card is greater than that, then I will insert on the right side. Okay, then I will take the third card and I will start comparing it with each cards on the right hand. Okay, this is the same way that we are sorting in a insertion sort. So an insertion sort, it is a simple sorting method which sorts the array by shifting elements one by one. An insertion sort is an in-place comparison sorting method, and an insertion sort is a stable sorting technique. I have already told you what is an in-place comparison sorting method and what is a stable sorting techniques. It is a stable sorting, not a stable sorting. Okay, and suppose an array with n elements, a of 1, a of 2, etc., a of n in the memory, it maintains two sublists, that is sorted sublist and unsorted sublist. The insertion sort algorithm scans A from A of 1 to A of n, inserting each element A of k into its position in the previously sorted subarray A of 1, A of 2, etc., A of k minus 1. ഓക്കെ, അപ്പോൾ ഒരു ഇൻസേർഷൻ സോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ ടേബിളിൽ അൺസോർട്ടഡ് ആയിട്ട് നമ്മൾ ഡെക്ക് ഓഫ് കാർഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ കാർഡ്സിനെ നമുക്ക് അറേഞ്ച് ചെയ്യണം, അതിൻ്റെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു കാർഡ് നമ്മളെടുത്തു, അത് നമ്മൾ റൈറ്റ് ഹാൻഡിൽ വെച്ചു. ഓക്കെ, അടുത്ത കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മളത് എന്ത് ചെയ്യും, ഓൾറെഡി നമ്മുടെ റൈറ്റ് ഹാൻഡിലുള്ള വെച്ചിരിക്കുന്ന കാർഡുമായിട്ട് കമ്പയർ ചെയ്യും. അതിനേക്കാളും ചെറുതാണെങ്കിൽ ആ കാർഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇൻസേർട്ട് ചെയ്യും, വലുതാണെങ്കിൽ റൈറ്റ് സൈഡിൽ ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, അടുത്ത കാർഡ് എടുത്തു, ആ കാർഡ് വീണ്ടും എന്ത് ചെയ്യും, ആദ്യത്തെ കാർഡുമായിട്ട് കമ്പയർ ചെയ്യും. അതിനേക്കാളും ചെറുതാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇൻസേർട്ട് ചെയ്യും, അല്ല എങ്കിൽ അടുത്ത കാർഡുമായിട്ട് കമ്പയർ ചെയ്യും. ഇനി അതിനേക്കാൾ ചെറുതാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇൻസേർട്ട് ചെയ്യും, അതിനേക്കാൾ വലുതാണെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇൻസേർട്ട് ചെയ്യും. ഈ സെയിം പ്രൊസീജിയർ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ആ ടേബിളിൽ കിടക്കുന്ന എല്ലാ കാർഡ്സും നമുക്ക് റൈറ്റ് സൈഡിൽ സോർട്ട് ചെയ്ത് കിട്ടുന്നത് വരെ. ഓക്കെ, ഇതേ മെത്തേഡാണ് ഒരു ഇൻസേർഷൻ സോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു സിമ്പിൾ സോർട്ടിങ് മെത്തേഡാണ്. അതിൽ ഓരോ എലമെൻറ്റും ഷിഫ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു ഇൻ പ്ലേസ് കമ്പാരിസൺ സോർട്ടിങ് മെത്തേഡാണെന്ന് പറയാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഈ ഒരു സോർട്ടിങ് ടെക്നിക്കിൽ നമ്മളൊരു സിംഗിൾ അറേ, ഏത് അറേയിലെ എലമെൻ്റാണോ നമ്മൾ സോർട്ട് ചെയ്യുന്നത്, ആ ഒരു സിംഗിൾ അറേ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആ ഒരു സിംഗിൾ എലമെൻറ്റിലെ അറയിലെ എലമെൻറ്റിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊരു കമ്പാരിസൺ വെച്ചാണ് നമ്മളതിനെ ഇൻസേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, അതൊരു ഇൻ പ്ലേസ് കമ്പാരിസൺ സോർട്ടിംഗ് മെത്തേഡാണ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇതൊരു സ്റ്റേബിൾ സോർട്ടിംഗ് ടെക്നിക്കാണെന്ന് കൂടി പറയാം. സപ്പോസ് ഈ ടേബിളിൽ വെച്ചിരിക്കുന്ന കാർഡിൽ ഒരേ നമ്പറുള്ള കാർഡുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു അൺസോർട്ടഡ് ലിസ്റ്റിൽ ഒരേ വാല്യൂ ഉള്ള എലമെൻറ്റ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ഇൻഡെക്സ് വാല്യൂലെങ്കിൽ നമ്മൾ സോർട്ടഡ് ലിസ്റ്റിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ റിലേറ്റീവ് പൊസിഷൻസ് അതുപോലെ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, ഒരു സ്റ്റേബിൾ സോർട്ടിംഗ് ടെക്നിക്കാണെന്ന് പറയാം. അതായത് ആദ്യത്തെ 2 ഏതാണോ അതേ 2 തന്നെയാണ് നമ്മൾ സോർട്ടഡ് ലിസ്റ്റിലുള്ളത്. അപ്പോൾ ഇത്തരത്തിലൊരു മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, അതൊരു സ്റ്റേബിൾ സോർട്ടിംഗ് ടെക്നിക്കാണെന്ന് പറയാം. ഓക്കെ, സപ്പോസ് എൻ അറേ വിത്ത് n എലമെൻറ്റ്സ്, അതായത് എ എന്ന് പറയുന്ന ഒരു അറേ ഉണ്ട്, ആ അറേയിൽ n എലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, എ ഓഫ് 1, എ ഓഫ് 2 അങ്ങനെ n എലമെൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ എലമെൻറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യണം, സോർട്ട് ചെയ്യണം. ഇൻസേർഷൻ സോർട്ട് അൽഗോരിതം യൂസ് ചെയ്തുകൊണ്ട് സോർട്ട് ചെയ്യുന്ന സമയത്ത് അതിനെ സ്കാൻ ചെയ്യും. അതിനുശേഷം
AFK എന്ന് പറയുന്നൊരു എലമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യും, അതിനെ എടുത്തു കഴിഞ്ഞാൽ അതിനെ ഓൾറെഡി സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന AF1 to AFK-1 വരെയുള്ള ഒരു സബ് അറേ ഉണ്ട്, സോർട്ടഡ് ആയിട്ടുള്ള സബ് അറേ ഉണ്ട്. ആ സബ് അറേയിലായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്, AFK എലമെൻറ്റ്. ഓക്കെ, ആ എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ റൈറ്റ് പൊസിഷനിൽ, അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻസേർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് എന്ത് പറയാം, ഇതിൽ 2 ലിസ്റ്റ് ഉണ്ട് എന്ന് പറയാം. അതായത് ഒന്ന് അൺസോർട്ടഡ് ലിസ്റ്റും ഒന്ന് സോർട്ടഡ് ലിസ്റ്റും. ഓക്കെ, നെക്സ്റ്റ് we will take an example. Here we have an array of elements. Here we have 6 elements. Okay, 8 5 2 0 7 6. Suppose we take first element, that is 8. Then there is no need of any comparison because there is only one element, so that value itself is in a sorted way. Then you can see a red bar on the left side. It is in a sorted way. On the right side of that red bar, it is an unsorted way. So left side is a sorted sublist and right side is a unsorted sublist. Okay, this is sorted and this is unsorted. Okay, then we will take the next element, that is 5. Then we will compare it with 8. So we can say 5 is less than 8, and we will keep that value 5 in a key element. So there is a variable key is equal to 5. Then what we will do, we will compare it with 5, 8, and 5 is less than 8. So this 8 will move to the right side. Okay, then this will be a free space. Okay, now this will be a free space, so we can easily insert 5 into that position. So we inserted 5 here and 8 is already here, so the sorted array will be like 5 8 2 0 7 6. Then again we will take the next value, that is 2. Then we will compare it with 8. Okay, so 2 is less than 8. 2 is less than 8. So 8 will move to this place, and this key, there is a variable key and the key value is 2. Then 8 will move to this place, so now this value will contain 8. Then here this is a blank space. Then 2 will compare with 5, so 2 is less than 5. This 5 will move to this place, so now it contains 5 and this is a blank space. Okay, so we can place this 2 into this place. Okay, so the value will be like 2 5 8 0 7 6. And next time we will take the next value, that is 0. So we will start comparing it with each element in the sorted sublist. So 0 is less than 8, so 8 will move to the right side. Then 0 will compare it with 5, and 5 is less than 0, so 5 will move to the right side. And then we will compare it with 2, so 0 is less than 2, so 2 is also moved to the right side. Then the last place, that is the leftmost part, will be now a blank space, so we can place this 0 into that place. Okay, we insert 0 into that position. So the sorted sublist like 0 2 5 8. Then we will take the next element, that is 7, so we will compare it with 8. Okay, then 7 is less than 8, so 8 will move to the right side. Now we will compare it with 5, so 7 is greater than 5, so what will happen, so we can insert 7 into that blank space. Okay, then we will take the next element.
it will compare with 8. So 6 is less than 8. So 8 will move to the right side. Then we will compare it with 7. So here also 6 is less than 7. So 7 also will move to the right side. So next we will compare it with 5. So 6 is greater than 5. So we can place 6 into that position. Okay, but we have already kept 7. So now 7 is at the position at the 8th one. Okay, now the inserted list will be like 0, 2, 5, 6, 7, 8. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇൻസേർഷൻ സോർട്ട് എന്ന് പറയുന്നത്. ഒരു ഇൻസേർഷൻ സോർട്ടിൽ ആദ്യ ഒരു എലമെൻ്റ് എടുത്തു, അപ്പോൾ അതൊരു സോർട്ടഡ് സബ് ലിസ്റ്റിലേക്ക് എടുത്തു. ഓക്കെ, നെക്സ്റ്റ് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ മുതൽ നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ 5 8 കമ്പയർ ചെയ്തു. അപ്പം ഇത് മനസ്സിലായി, നമ്മുടെ 5 എന്ന് പറയുന്നത് ലെസ് ദാൻ 8 ആണ്. അപ്പോൾ 8ൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? 5 വേണ്ടത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? 8നെ റൈറ്റിലേക്ക് മൂവ് ചെയ്യിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? 5നെ 8ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം 5നെ ഇൻസേർട്ട് ചെയ്യാനൊരു സ്പേസ് വേണമല്ലോ. അപ്പോൾ ഈ 8 നമുക്ക് എന്ത് ചെയ്യാം? ഈ 5ൻ്റെ പൊസിഷനിലേക്ക് മാറ്റാം. ഓക്കെ, ദെൻ ആ 8ൻ്റെ പൊസിഷനിൽ ഇപ്പം നമുക്ക് എന്ത് ഇൻസേർട്ട് ചെയ്യാം? 5 ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഏത് വാല്യൂ ആണോ നമ്മൾ ഇനി കമ്പയർ ചെയ്യാൻ പോകുന്നത് അതാണ് കീ എലമെൻ്റ് അല്ലെങ്കിൽ കീ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കീ എലമെൻറ്റിനെ നമുക്കൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാം. അതിനുശേഷം അതിനെ 5 വെച്ച് 8നെ വെച്ച് കമ്പയർ ചെയ്തു. ഓക്കെ, 8നെ വെച്ച് കമ്പയർ ചെയ്തു. അപ്പോൾ 2 ഈസ് ലെസ് ദാൻ 8 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? 8നെ റൈറ്റിലേക്ക് മൂവ് ചെയ്യിക്കാം. നെക്സ്റ്റ് എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്തു 5ഉം 2വിനേക്കാളും എന്ത് തന്നെയാണ്? വലുതാണ്. അപ്പോൾ 5നെയും റൈറ്റിലേക്ക് മൂവ് ചെയ്യിക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ആ 5ൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഫ്രീ ആയിട്ട് കിടക്കുന്ന 5ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ എന്ത് ഇൻസേർട്ട് ചെയ്തു? 2 ഇൻസേർട്ട് ചെയ്തു. ദെൻ 0യെ നമ്മൾ എടുത്തു. ഓക്കെ, നെക്സ്റ്റ് എലമെൻറ്റ് 0 ആണ്. അപ്പോൾ 0 എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കീ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പം ഓരോ എലമെൻറ്റിനെ അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലെ എലമെൻറ്റ് വെച്ചാണ് ആദ്യം കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ 8 വെച്ച് കമ്പയർ ചെയ്തു. അപ്പോൾ 8നേക്കാളും ചെറുതാണ്. അപ്പം നമുക്ക് എന്താ പറയാം? 0 ഈസ് ലെസ് ദാൻ 8 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 8ന് നമുക്ക് കാരണം 0നെ ഇൻസേർട്ട് ചെയ്യാൻ നമ്മൾ സ്പേസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം 0ൻ്റെ സ്പേസിലേക്ക് ഏത് വന്നു? 8 വന്നു. ദെൻ 5 വെച്ച് കമ്പയർ ചെയ്തു. അപ്പോൾ 5 വെച്ച് കമ്പയർ ചെയ്ത സമയത്ത് 5നേക്കാളും ചെറുതാണ്. അപ്പോൾ 5ഉം റൈറ്റിലേക്ക് മൂവ് ചെയ്തു. ദെൻ 2വിനേക്കാളും ചെറുതാണ്. അപ്പം 2ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പം 2ൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സ്പേസ് ഇല്ല, പകരം 2ൻ്റെ റൈറ്റ് സൈഡിൽ സ്പേസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? 2നെ നമുക്ക് റൈറ്റിലേക്ക് മാറ്റാം. അപ്പോൾ 2 റൈറ്റിലേക്ക് മൂവ് ചെയ്തു. ആ 2 ഇപ്പോൾ എന്തായി? ഫ്രീ സ്പേസ് ആയി. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ഇൻസേർട്ട് ചെയ്യാം? 0 ഇൻസേർട്ട് ചെയ്യാം. ദെൻ വി വിൽ ടേക്ക് ദ നെക്സ്റ്റ് എലമെൻറ്റ്. ഏതാ? 7. അപ്പോൾ 7 ഏതുമായിട്ട് കമ്പയർ ചെയ്തു? 8ഉമായിട്ട് കമ്പയർ ചെയ്തു. അപ്പോൾ 8നേക്കാളും ചെറുതാണ്. അപ്പോൾ 8നെ റൈറ്റിലേക്ക് മാറ്റി നമ്മൾ അടുത്ത എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്തു. ഓക്കെ, 5ആയിട്ട് കമ്പയർ ചെയ്തപ്പോൾ എന്ത് മനസ്സിലായി? 5നേക്കാളും വലുതാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? 5ൻ്റെ റൈറ്റ് സൈഡിൽ തന്നെയാണ് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി അവിടെ ഇപ്പോൾ ഫ്രീ ആയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ 7 ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി 6നെ എടുത്തു കഴിഞ്ഞാൽ ഈ 6നെ നമ്മൾ വീണ്ടും 8 വെച്ച് കമ്പയർ ചെയ്തു. 8നേക്കാളും ചെറുതാണ്. അപ്പോൾ 8നെ 6ൻ്റെ എലമെൻറ്റിലേക്ക് സ്പേസിലേക്ക് നമ്മൾ എടുത്തു വെച്ചു. അതിനുശേഷം 7 എന്ത് ചെയ്യാം? 7നെ എടുത്തിട്ട് വീണ്ടും 8ൻ്റെ പൊസിഷനിലേക്ക് മാറ്റാം. ഓക്കെ, കാരണം എന്താ? 6നേക്കാളും ചെറുതാണ്, 6നേക്കാളും വലുതാണ് 7. അതിനുശേഷം നമ്മൾ 5 വെച്ച് കമ്പയർ ചെയ്തു. അപ്പോൾ 5നേക്കാളും വലുതാണ്. അപ്പോൾ 5ൻ്റെ റൈറ്റ് സൈഡിൽ തന്നെയാണ് ഇത് വേണ്ടത്? 6 വേണ്ടത്. അപ്പോൾ ഓൾറെഡി 7 റൈറ്റിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് അവിടെ നമുക്കിപ്പോൾ ഒരു ഫ്രീ സ്പേസ് ഉണ്ട്. അവിടെ നമുക്ക് 6നെ ഇൻസേർട്ട് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ ആ അറയിലുള്ള എല്ലാ എലമെൻസിനെയും നമ്മൾ ഓൾറെഡി സോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ സോർട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? 0, 2, 5, 6, 7, 8. അപ്പോൾ ഇതാണ് ഒരു ഇൻസേർഷൻ സോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മളൊരു നിരയിൽ ഒരുപാട് കസേര വെച്ചിട്ടുണ്ട്. ആ കസേരയിൽ നമ്മൾ ഓൾറെഡി ഓരോ നമ്പർ ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ട്, റോൾ നമ്പർ വൈസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ അറയിലുള്ള എലമെൻസിനെ നമുക്ക് ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു ഇൻസേർഷൻ സോർട്ടിൽ അറയിലെ എലമെൻസിനെ സോർട്ട് ചെയ്യാം. ഓക്കെ,
Then we will see the algorithm. We will start by making the second element of the given array, that is element at index 1, the key, and we compare the key element with the elements before it. In this case, element at index 0. So if the key element is less than the first element, we insert the key element before the first element. And if the key element is greater than the first element, then we insert it after the first element. Then we make the third element of the array as key, and we will compare it with elements to its left and insert it at the right position. And we go on repeating this until the array is sorted. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളതിനെ കമ്പയർ ചെയ്യുന്നില്ല. നമ്മൾ രണ്ടാമതൊരു എലമെൻ്റ് എടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് തുടങ്ങുന്നുള്ളൂ, കമ്പാരിസൺ തുടങ്ങുന്നുള്ളൂ. അപ്പോൾ ഒരു അറേയുടെ കേസിൽ നമുക്കറിയാം ഒരു ഇൻഡെക്സ് വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മളിവിടെ കമ്പാരിസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ മുതലാണ്, ഇൻഡെക്സ് 1 തൊട്ടാണ് നമ്മൾ കമ്പാരിസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അറേ ഇൻഡെക്സ് 1ലെ എലമെൻറ്റിന് നമുക്കൊരു കീ എലമെൻ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ അത് എലമെൻറ്റ് നമ്മൾ കീ എലമെൻ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനെ ഏത് വെച്ചാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്, അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ, അതായത് ഇൻഡെക്സ് വാല്യൂ 0യിലുള്ള എലമെൻറ്റുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പം ആ ഒരു ഫസ്റ്റ് എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ കീ എലമെൻറ്റിൻ്റെ വാല്യൂ ലെസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ആ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ മുമ്പിൽ, അതായത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, ഇനി ഈ കീ എലമെൻ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ആണെങ്കിലോ, ഈ ഫസ്റ്റ് എലമെൻറ്റിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിലോ, ആ ഫസ്റ്റ് എലമെൻറ്റിന് ശേഷം നമ്മൾ ഏത് ഇൻസേർട്ട് ചെയ്യണം, ഈ കീ എലമെൻറ്റിന് ഇൻസേർട്ട് ചെയ്യണം ആഫ്റ്റർ ദി ഫസ്റ്റ് എലമെൻറ്റ്. ഓക്കെ, ഇനി ഈ ഒരു പ്രൊസീജിയർ നമ്മൾ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്യും until the array is sorted. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ പുതിയ എലമെൻ്റ് എടുക്കുമ്പോൾ ആ ഒരു എലമെൻ്റാണ് എന്ത്, കീ എലമെൻ്റ് എന്ന് പറയുന്നത്. ആ എലമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഓരോ ലെഫ്റ്റ് സൈഡിലെ എലമെൻറ്റ് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രോപ്പർ പ്ലേസിൽ ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, now we have a program to insert 5 elements in an array A. Okay, so first we will read the elements, 5 elements. For I is equal to 0, I less than 5, I plus plus, C in A of I. Then we will start compare. So for that we will start from for I is equal to 1. Okay, for I is equal to 1, I less than 5, I of plus plus. So if we want to compare it with each element, so we will again consider another for loop for that, and we will decrement it. Why? We are taking it from the left side. Okay, so for j is equal to I, j greater than or equal to 1, j minus minus. So each element will compare it with the left of that element. Okay, so if a of j less than a of j minus 1, then temp is equal to a of j is equal to a of j minus 1, and a of j minus 1 is equal to temp. So we are just swapping the elements. Okay, first നമ്മൾ എന്താ ചെയ്യുന്നത്, ഇപ്പോൾ എ ഓഫ് ജെ എന്ന് പറയുന്നത് എ ഓഫ് 1 ആണെങ്കിൽ ആ എ ഓഫ് 1നെ ഏതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, എ ഓഫ് 0 ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത് അല്ലേ. അതായത് എ ഓഫ് 1 ലെസ് ദാൻ എ ഓഫ് 0, അതായത് എ ഓഫ് ജെ ലെസ് ദാൻ എ ഓഫ് ജെ മൈനസ് 1. എന്നിട്ടോ നമ്മൾ ഈ കീ എലമെൻറ്റിന്, അതായത് ഒരു പുതിയ വേരിയബിളിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ഐ ഓഫ് ജെനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതായത് ടെംപ് ഈസ് ഈക്വൽ ടു എ ഓഫ് ജെ. ഇനി ഇത് ലെസ് ആണെങ്കിൽ എന്താണെന്നാ പറഞ്ഞത്, ഈ എ ഓഫ് ജെയിലുള്ള വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം, എ ഓഫ് ജെ മൈനസ് 1ലെ വാല്യൂ ആയിരിക്കണം. അതായത് 8 എന്ന് പറയുന്നത് എ ഓഫ് ജെ മൈനസ് 1 ആണെങ്കിൽ അത് റൈറ്റിലേക്ക് മാറുമ്പോൾ എന്ത് സംഭവിച്ചു, എ ഓഫ് ജെ ആയി അല്ലേ. അതായത് എ ഓഫ് ജെയിലുള്ള എലമെൻറ്റ് എ ഓഫ് ജെ പ്ലസ് 1ലേക്ക് മാറുന്നത് പോലെ. ഓക്കെ, എ ഓഫ് ജെ ഈസ് ഈക്വൽ ടു എ ഓഫ് ജെ മൈനസ് 1. ഇനിയോ ഈ എ ഓഫ് ജെ മൈനസ് 1ൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ടെമ്പററി വാല്യൂവിനെ അതിലേക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കും. അതായത് എ ഓഫ് ജെ മൈനസ് 1 ഈസ് ഈക്വൽ ടു ടെംപ്. ഓക്കെ, ഇങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ അതിനെ ഓരോ വെച്ച് ഡിക്രിമെൻറ്റ് ചെയ്യും, കമ്പയർ ചെയ്യും. ആ ഒരു രീതിയിൽ നമ്മളിത് ഈ ഒരു പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അതിന് ശേഷം നമ്മൾ സോർട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഡിസ്പ്ലേ ചെയ്യും. ഫോർ കെ ഈസ് ഈക്വൽ ടു 0, കെ ലെസ് ദാൻ 5, കെ പ്ലസ് പ്ലസ്, സി ഔട്ട് എ ഓഫ് കെ. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഇൻസേർഷൻ സോർട്ടിൽ എലമെൻസിനെ സോർട്ട് ചെയ്യുന്നത്. ഓക്കെ,
Now we will see the complexity analysis of insertion sort. We have three time complexities: worst case, best case and average case. Worst case means if the array elements are in a descending order and if we want to arrange these elements in an ascending order. So for that we have to take each element from an array and we have to compare each element with each other element. So suppose the array contains n elements, we have to take each n elements and we have to compare it with n minus 1 elements. So there we can say there are two for loops, okay, one for n elements and we have to compare it with each n minus 1 element. So n into n minus 1, so n square minus n. So in that way we can say in the worst case the time complexity will be like big of n square, okay. Then best case time complexity means if the array is in sorted order, so there is no need of any comparison. We can take each element and we can insert it here. Okay, so in that case, if there are n elements, we are just taking, there is no need of any further comparison with each n minus 1 elements. So we can say in best case, the time complexity will be like big of n. And in the case of average time complexity, suppose the array contains half of the elements contains in a sorted way and half of it is unsorted way. So for that case we can consider it as an average time. So definitely it is also take big of n square. ഓക്കെ, അതായത് ഒരു ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ആ ഒരു ഇൻസേർഷന് വേണ്ടി നമ്മൾ എത്രത്തോളം സമയം ടൈം സ്പെൻഡ് ചെയ്യുന്നു, ടൈം കോംപ്ലക്സിറ്റി എത്രയാണെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ n എലമെൻറ്റ്സ് ഉണ്ട് എങ്കിൽ ആ n എലമെൻറ്റ്സിന് എടുക്കണം നമുക്ക് n ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ ഒരു എലമെൻ്റ് ആണെങ്കിൽ 1, ആ ഒരു എലമെൻറ്റിന് എടുക്കാനുള്ള സമയമാണ്. ഇപ്പോൾ 2 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ 2 എലമെൻറ്റ്സിന് എടുക്കാൻ നമുക്ക് എന്താ ആ 2 സമയം എന്നുള്ള രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം n എലമെൻറ്റ്സ് ആണെങ്കിൽ എന്താ n മിനിറ്റ്സ് ഉണ്ട് എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് n ആണ് അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി വരിക. ഇവിടെ n എലമെൻറ്റ്സിനെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഡിസെൻഡിങ് ഓർഡറിലുള്ള എലമെൻറ്റ്സിനെ നമുക്ക് അസെൻഡിങ് ഓർഡറിലേക്ക് സോർട്ട് ചെയ്തെടുക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഓരോ എലമെൻറ്റ്സിനെ എടുക്കുക മാത്രമല്ല ഈ ഓരോ എലമെൻറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കമ്പയർ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ n എലമെൻറ്റ്സിന് എടുത്തു കഴിഞ്ഞാൽ 10ാമത്തെ എലമെൻറ്റിനെ എടുക്കുമ്പോൾ ആ 10ാമത്തെ എലമെൻറ്റിനെ ബാക്കി 9 എലമെൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. അപ്പോൾ 9 പ്രാവശ്യം കമ്പയർ ചെയ്യുന്നതിനുള്ളൊരു എക്സ്ട്രാ ടൈം കൂടി ഇതിന് വേണ്ടി വരും, ഈ ഒരു വേഴ്സ്റ്റ് കേസിൽ വേണ്ടി വരും. സോ ആ ഒരു കേസിൽ നമുക്ക് എന്ത് പറയാം, അത് ബിഗ് ഓഫ് n സ്ക്വയർ ആണെന്ന് പറയാം. ഇനി ഓൾറെഡി സോർട്ട് ചെയ്തിട്ടുള്ളതാണ്, അങ്ങനെയാണെങ്കിൽ അതിനെ വീണ്ടും നമ്മൾ ഈ ഒരു അറയിലേക്ക് എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഓരോന്നായിട്ട് എടുക്കുക, ഒരു പ്രാവശ്യം മാത്രം ജസ്റ്റ് കമ്പയർ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം 1 2 3 4 5 അതുപോലെ തന്നെയാണുള്ളത്. ഫസ്റ്റ് 1 എടുത്തു, സെക്കൻഡ് 2 എടുക്കുന്ന സമയത്ത് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് മനസ്സിലായി, അതിനേക്കാളും വലുതാണ്. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ പ്ലേസ് ചെയ്യാം. നെക്സ്റ്റ് 3 എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് 2 ആയിട്ട് കമ്പയർ ചെയ്തു, 2വിനേക്കാളും വലുതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ കമ്പാരിസൺ മാത്രമേ നടക്കുന്നുള്ളൂ, പക്ഷെ n എലമെൻറ്റ്സിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ബിഗ് ഓഫ് n ആണ് ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയാം ഒരു ബെസ്റ്റ് കേസിൽ. ഇനി ആവറേജ് കേസ് ആണെങ്കിൽ ഇപ്പോൾ ഒരു അറയിലെ എലമെൻറ്റ്സിൽ പകുതി എലമെൻറ്റ്സ് സോർട്ടഡ് ആണ്, പകുതി അൺസോർട്ടഡ് ആണ്. അപ്പോൾ ഈ പകുതി എലമെൻറ്റ്സ് സോർട്ടഡ് ആണെങ്കിലും ബാക്കിയുള്ള പകുതി എലമെൻറ്റ്സിന് നമ്മൾ കമ്പയർ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത്തരം കേസസിൽ അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നതും ബിഗ് ഓഫ് n സ്ക്വയർ തന്നെയായിരിക്കും. അപ്പോൾ ഇതാണ് ഒരു ഇൻസേർഷൻ സോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ എലമെൻറ്റ്സിനെ എടുക്കുക, കമ്പയർ ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഓരോ എലമെൻറ്റ്സിനെ എടുത്ത് അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് അതിനെ ഇൻസേർട്ട് ചെയ്തതാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ഒരു ഇൻസേർഷൻ സോർട്ട് എന്ന് പറയാം. അതിൻ്റെ വേഴ്സ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ബിഗ് ഓഫ് n സ്ക്വയർ ആണ്. ഓക്കെ, താങ്ക് യു.